पालम इसका नाम क्या है ब्रिज का ब्रिज का ഇത് संकलंग ब्रिज ഇത് എത്ര എയർപിൻ കാണാൻ വേറെ ലെവൽ ഗായ്സ് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സംഭവം ആ 2021 ഡാം അടിച്ച് പൊട്ടിച്ച് കളഞ്ഞേട്ടാ ഗുഡ് മോർണിംഗ് ഗൈസ് എക്കോസ്റ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഇവിടെ നിന്ന് നോർത്ത് സിക്കിമിലേക്ക് പോകണം. നോർത്ത് സിക്കിം എന്ന് പറയുന്നത് നമ്മൾ ലാച്ചുങ്ങിലേക്കാണ് പോകുന്നത്. അപ്പം ലാച്ചനിലൊക്കെ ലാൻഡ് സ്ലൈഡൊക്കെ വന്നിട്ട് അവിടെ റോഡൊക്കെ അടച്ചിട്ടേക്കാണ്. അപ്പോൾ കുറേ പോകാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്നാലും വന്ന സ്ഥിതിക്ക് പോകാം. ടാക്സി ടീംസ് പറഞ്ഞു പെർമിറ്റ് കിട്ടുന്നുണ്ട്, അവർ അലോ ചെയ്യുന്നു. അപ്പോൾ പോയിട്ട് വരാം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം നമ്മളെന്തായാലും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എല്ലാവരും ഇല്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. മീൻസ് എനിക്കൊന്നൊരു 5 ഫാമിലി അടുപ്പിച്ചുള്ളൂ. ബാക്കി 6 ഫാമിലി ഇല്ല. അവരെല്ലാം തിരിച്ച് ഇവിടെ സ്റ്റേ ചെയ്യാണ്. അവർക്കപ്പം വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നും 5 വണ്ടി നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ 5 വണ്ടിയിൽ നമ്മൾ ഓരോരുത്തരുടെ ഇരുത്തൊക്കെ അടിച്ച് വിളിച്ച് പോകാൻ വയ്ക്കുന്നു. എന്തായാലും വന്ന സ്ഥിതിക്ക് പോയി കണ്ടിട്ട് വരാമെന്ന് വെച്ചു. കണ്ടിട്ട് വരാം. ഇത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇത് കണ്ടോ, നമ്മുടെ വലിയ ഇന്നോവയിൽ 2 പേർ. അമലേ ബോളറാ, നമുക്ക് ഫുട്ബോൾ കളിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ 5 വണ്ടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന സാധനം അല്ലായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ 11 പേരേ ഉള്ളൂ. കാരണം അതിൻ്റെ പേയ്മെൻറ്റൊക്കെ എല്ലാം പോയതുകൊണ്ടും, കാരണം ഇവർക്ക് സീസൺ ആയതുകൊണ്ട് അവർക്ക് അവരുടെ ബിസിനസ് അവരെന്തായാലും കളയില്ല. അപ്പോൾ അതിന് നമുക്ക് വേറെ വഴിയൊന്നുമില്ല. മാക്സിമം നമ്മൾ സംസാരിച്ച് നോക്കി. അവർ പറഞ്ഞാൽ എന്തായാലും വണ്ടി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മളതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യണം. കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ സ്നോ അല്ല, ക്ലൗഡ് കവറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വേറൊരു വഴി ഡൈവേർഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം മെയിൻ പോകാനുള്ള വഴിയിലും ഇപ്പം രാവിലെ മരം വീണ് ഇപ്പം ക്ലോഷറിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു വണ്ടി പോയിട്ട് തിരിച്ചു വന്നിട്ട് വന്ന് ആ വഴി അടച്ചിട്ടേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളിവർ വേറൊരു വഴി നമ്മൾ കൊണ്ടുപോകാം. ഈ സിക്കിമിലേക്ക് പോകാനുള്ള വഴി അതാണ്. നമ്മൾ ഇങ്ങനത്തെ ये हमारा कब तक ऐसे रोड है पूरा या मतलब नहीं ये वाला ऐसा ब्लंट टाइम से ऐसे सर माउंटेन रोड से हम लोग तो 3rd हाईएस्ट वर्ल्ड में माउंटेन है ना सर, इसमें थोड़ा ऊंचाई तो ऐसे होता है. अच्छा हम लोग तो फिर आपका माउंट एवरेस्ट और काराकोरम के बाद हम ही लोग तो हाइट में सर. ये हम लोग तो वैली में नहीं सर, भूटान होने से वैली में आता सर. हम लोग तो माउंटेन्स में सर. നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വേറൊരു ജോഗ്രഫിയാണ് കേട്ടോ. കാരണം മരങ്ങളൊക്കെ വേറെ രീതിയിലെ മരങ്ങളും ആ ഒരു മിക്സിങ് എന്താ പറയുന്നത്, നമ്മൾ ഒരു എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ചെടികളും മരങ്ങളും എല്ലാം ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു റൂട്ട്, നേരത്തെ പറഞ്ഞാൽ വേറൊരു റൂട്ടായിരുന്നു നമുക്ക് പോവേണ്ടിയിരുന്നത്. പക്ഷേ ആ റൂട്ട് ഇപ്പം മരം വീണ കാരണം അവരിപ്പോൾ വേറൊരു റൂട്ട് വഴിയാണ് പോകുന്നത്. ജസ്റ്റ് ഒരു 20 കിലോമീറ്റർ കഴിയുമ്പോൾ മറ്റേ റോഡിൽ ചെന്ന് കയറുമെന്ന് പറഞ്ഞു. കാഞ്ചൻജംഗ ഇങ്ങനെ നമ്മളെ കൂടെ കറങ്ങി വരികയാണ്. പക്ഷേ ക്ലൗഡ്സ് ഇല്ലായിരുന്നു, ഈ പൊളിയായിരുന്നു കേട്ടോ. തൊട്ടടുത്തായി കാഞ്ചൻജംഗ. തൊട്ടടുത്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടതെന്ന് വെച്ച് നോക്കാം കുറച്ചും കൂടെ അടുത്തായിട്ടുണ്ട്. ഈ ക്ലൗഡ് കവർ കാരണമാണ് പ്രശ്നം. അമലേ എന്താണ് പരിപാടി? ഒറ്റയ്ക്ക് ഇരിക്കണം. പേർക്ക് 11 റൂം. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ടാക്സിക്കാർ തന്നെ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു വണ്ടിയിൽ 2 പേര് വെച്ച് പോകുന്ന ഇങ്ങനെ ഒരു ഒരുപാട് ചെറിയ പക്ഷേ നമ്മൾ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇത് തീരെ അങ്ങനെ ഗ്രാമമൊന്നും അല്ല കേട്ടോ. തീരെ റിമോട്ടല്ല. വീടുകളൊക്കെ നല്ല കാണുന്നുണ്ടല്ലോ, വീടുകളൊക്കെ ഉണ്ട്. ये भी टूरिस्ट प्लेस है यहाँ पे और इधर भी कहीं घूमने के लिए है क्या लोग? अभी हम तो अंदर नहीं जा सकते, हम लोग दूसरा पकड़ नहीं तो सब स्पॉट ही है सर. अच्छा ये थोड़ा ये कंट्री साइड है, रूरल एरिया. इसमें यहाँ पे ज्यादातर होम स्टेज वगैरह है. ओके, ताकि आप थोड़ा रिलैक्स होके फार्मिंग देख सकता है, कैसा करके बैठता है, सिंपल लाइफ है. ओके, और ऑर्गेनिक, सब कुछ ऑर्गेनिक है सर. अच्छा. थोड़ा आप ऐसे 2-3 दिन बैठेंगे तो फिर आपका मूड बन जाएगा पूरा इधर रुकने के लिए. अच्छा. शादी भी इधर ही करेंगे फिर इधर ही सेटल हो जाएंगे सर. ये सब उधर लाचुंग जा रहा है? हाँ जी, सब लाचुंग जा रहे हैं. ओके, ഇതെല്ലാം ലാച്ചുങ്ങിലോട്ട് यहाँ से आगे चलिए सर. ഓക്കെ, ഇതെല്ലാം ലാച്ചുങ്ങിലേക്ക് പോകാൻ. ഇത് സ്പോട്ടാണെന്ന് ലോക്കൽ സൈറ്റ് സീയിങ് കാണാൻ വന്നേക്കാൻ കേട്ടോ. എന്നുവെച്ചാൽ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അതെ 4 മണിക്കൂറാണ്, 3.25 മണിക്കൂറാണ് കാണിക്കുന്നത് കേട്ടോ.
ഇനി ഒരു സ്ഥലത്ത് നിർത്തണം, പെർമിറ്റ് കാണിക്കണമെന്ന് പറഞ്ഞു. 4 സ്ഥലത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അമലേ അല്ല ഇവിടെ നിന്ന് ആദ്യം നോക്കാം. എന്താണ് Costly breakfast, rich man. 2 people in one car. അല്ല അവൻ ഹണിമൂൺ നമുക്ക് 20 രൂപ കൊടുക്കണമെന്ന്. അതിന് വേണ്ടി ഉണ്ടോ? ഇതിന് 20 രൂപയ്ക്ക് നഷ്ടം. കുറച്ച് ഫോട്ടോ എടുക്കാം. അങ്ങോട്ട് പിള്ളേർ വിടില്ലെന്നാ പറഞ്ഞു. 20 രൂപയ്ക്ക് നഷ്ടം. ഇതിൻ്റെ ഒന്നും വലിയ വെള്ളച്ചാട്ടം നമ്മളെ വീടിൻ്റെ ബാക്കിലുണ്ട്. ഗൈസ് നമ്മൾ 100 രൂപ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ടായിരിക്കും അവന്മാർ പാലത്ത് കയറ്റാത്ത കേട്ടോ ആളിനെ. പാലത്തിൽ നിന്ന് ഇതിൻ്റെ നല്ല വ്യൂ ഉണ്ട്. ചലേ പോവാം. അപ്പം തേഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പം എന്താണ് മോനെ അഭിപ്രായം? ഈ വെള്ളച്ചാട്ടം കൊള്ളോ? കൊള്ളൂല. ഇഷ്ടപ്പെട്ട എനിക്ക്. നിതീഷേ എങ്ങനെയുണ്ട്? വീട്ടിന്റെ പുറകിലുള്ള അതേ വെള്ളച്ചാട്ടം. ഈ സ്റ്റെപ്പും കമ്പി ഇല്ലെന്നേ ഉള്ളല്ലേ ഗൈസ്. നോക്കിയേ, നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം പൂക്കളാണ്. എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഇപ്പം അമ്മ നടന്ന് ഇത് നോക്കിയാണ് വെളുത്തുള്ളി. ഇതേണ്ട ഓർഗാനിക് വെളുത്തുള്ളി, ഗാർലിക്. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനൊരു സാധനം. ഞാൻ സവാളയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ വെളുത്തുള്ളി കണ്ടാ എൻ്റെ വെളുത്തുള്ളി അടിപൊളിയല്ലേ. ഇതൊക്കെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. കാടെന്ന് പറഞ്ഞാൽ നല്ല കിടിലം, നല്ല കട്ടിയുള്ള കാട്. കാഴ്ചകൾ മറയുന്നില്ല ഗൈസ്, ഒരു രക്ഷയില്ല. താഴെ എന്ന് വെച്ചാൽ ഭയങ്കര കുഴിയാണ് കേട്ടോ. അഡ്വഞ്ചർ എന്ന് വെച്ചാൽ വേറെ ലെവൽ अडवेंचर. इधर नीचे से कौन सा नदी जा रहा है? ये तीस्ता. अच्छा ये तीस्ता ही जा रहा है. तीस्ता है. തീസ്ത നദി തൊട്ടടുത്ത് കൂടെ ഉണ്ട് ഗൈസ്. ഇത് കണ്ടോ, നമുക്ക് 80 കിലോമീറ്റർ പോകാനുള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് 3 മണിക്കൂറും 11 മിനിറ്റും എടുക്കും. പക്ഷേ പുള്ളി പറയണം 3 മണിക്കൂറും 15 മിനിറ്റ് കൊണ്ട് എത്തില്ല, അതിൽ കൂടുതൽ സമയം എടുക്കും. നമ്മൾ എന്തായാലും ഒരു 4 മണിയാവും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിച്ചിട്ട് പോകുമ്പോഴേ ആ കാണുന്ന 2 മലയ്ക്ക് അപ്പുറത്താണ് നമ്മൾ പോകുന്ന ഇതെന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും താഴെ ചെല്ലും. താഴെ ചെന്ന് തൊട്ട് താഴെ കൂടെ തീസ്ത നദി ഒഴുകുന്നുണ്ട്. തീസ്ത നദിയുടെ അടുത്ത് ചെന്നിട്ടാണ് പിന്നെ വീണ്ടും അത് ക്രോസ് ചെയ്ത് അപ്പുറത്ത്. ഞാൻ ആ ഒരു പാലം കണ്ടു. അപ്പോൾ ആ പാലം ക്രോസ് ചെയ്താണ് അപ്പുറത്തോട്ട് പോകാൻ പോകുന്നത്. പേടിയാവുന്നു കണ്ടിട്ട്. അങ്ങ് കിടക്കാണ് താഴെ വീല്. മോളിൽ നിന്ന് അങ്ങോട്ട് പാറ പൊട്ടി വന്നേക്കാണ് ഗൈസ്. അങ്ങ് മോളിൽ നിന്ന് പാറ നോക്കിയാണ് അടിപൊളി. എൻ്റെ പൊന്നോ, കുഴിയെന്ന് വെച്ചാൽ നല്ല കാട്ട കുഴിയാണ് ഗൈസ്. സൂപ്പർ കേട്ടാ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലത്ത് ഇവർ റോഡിൽ പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഒരുപാട്. അതായത് ഇത് കണ്ടോ, ഇവരൊക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലാണ്ട് ഇതിൽ വേറെ ഭയങ്കര ബസ് റൂട്ടോ അല്ലെങ്കിൽ ഇതൊന്നും ഉള്ള ഒരു റോഡൊന്നുമല്ല. ഇതൊരു ഡൈവേർഷൻ റൂട്ടാണ്. അപ്പോൾ ഈ റോഡ് പോലെ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, പണി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കട്ടറൊക്കെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു റോഡ് ഇങ്ങനെ ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇങ്ങനത്തെ ഡൈവേർഷൻ റോഡ് ഉണ്ടെങ്കിൽ ഫുള്ള് പൊളിഞ്ഞ് പണ്ടാറടങ്ങി പോകേണ്ട റോഡാണ്. പക്ഷേ എങ്കിൽ പോലും ഇതുവരെ വന്ന സാഹചര്യം വെച്ചിട്ട് റോഡെല്ലാം ഓക്കെയാണ്, ചെറിയ ചെറിയ കട്ടർ ഒഴികെ. പക്ഷെ അതെല്ലാം അവിടെയും കുറേ സ്ഥലങ്ങളിൽ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഭയങ്കര മഴയും ഇതൊക്കെ ഉള്ള സ്ഥലത്ത് റോഡ് പെട്ടെന്ന് ഡാമേജ് ആയി പോവുകയും ചെയ്യും. അത് വേറെ കാര്യം. കണ്ടില്ലേ, ഭംഗി എന്ന് പറയുന്നത് വേറൊരു ഭംഗിയാണ് കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ നോക്കണം കൈസ്. ചോദിക്കണം ജീപ്പ് നല്ല കുഴിയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ചെറിയ വഴിയൊക്കെ വരുമ്പോൾ ബ്ലോക്കൊക്കെ കിട്ടും. अभी तो 2-3 बरस में नहीं हुआ. अभी 2 दिन जो पहले अभी हुआ ना लैंडस्लाइड उसी का. नहीं, ये वाला तो कुछ नहीं. अच्छा. वो वाला तो ऐसा ही सिटी वाला है, बाइट है सर. आगे वाला तो थोड़ा मगरमच्छ वाला बाइट था. अच्छा हम क्या सीधा ऊपर जाएगा? ऊपर जा रहे हैं.
नहीं तो हम लोग ये रूट लेके जा रहा था, अभी ये रूट हम लोग को फिर ये कर दिया है, थोड़ा 30 किलोमीटर ज्यादा जा रहा था, फिर आगे से कनेक्टिंग ब्रिज बना दिया है। ഓക്കെ ഓക്കെ हम लोग से शॉर्टकट मार रहे थे, ये रूट जा रहा था पहले, ഇത് നോക്കിയാണ് guys, इतना टाइम लग रहा था पूरा, और 30 किलोमीटर भागाना था। റിവർ. ഇതാണ് റിവർ. ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്, വൈഡനിങ് വർക്കൊക്കെ നടക്കുന്നുണ്ട്, കാര്യമായിട്ട് നടക്കുന്നുണ്ട്. തീരെ അൺഅറ്റൻഡഡ് അല്ല. ഒരു വാട്ടർഫോൾ അടിപൊളി. ഏതോ ബട്ടർഫ്ലൈ വാല സെ ഭി മസ്ത് ഹൈ. ബട്ടർഫ്ലൈ വാല तो बेकार था. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്താൻ മിക്കവാറും ഇവിടെ നിർത്തും പുള്ളി, എനിക്ക് തോന്നുന്നു ഇവിടെ നിർത്തുമായിരിക്കും. സ്ഥലം ഏതാണെന്ന് അറിയാൻ വയ്യ. പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ, മിക്കവാറും ഇവിടെ ആയിരിക്കും നിർത്തുന്നത്. വേറെ കടയൊന്നും ഇല്ല കഴിഞ്ഞാൽ. മങ്കനിൽ വന്ന് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് കയറി. എല്ലാവരും അവിടെ നിന്ന് ലഞ്ച് കഴിക്കുകയാണ്. ചോറിൻ്റെ അടുത്ത് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? അതിനെ ഇടിച്ച് പരിപ്പിളക്കിയിട്ടുള്ള ചോറുണ്ട്. ഇത് നാം ഒന്ന് നമുക്കൊന്നെന്ന് പറയുന്ന പോലെ രണ്ടുപേരും ഒരു പാത്രത്തിൽ ഉണ്ട് വിശന്നിട്ട പോലെ. 5 വണ്ടി നമ്മുടെയാണ് വന്നേക്കുന്നത്. എല്ലാവരും നമ്മൾ ചോദിച്ച പോലെ തന്നെ പുതിയ ക്രിസ്റ്റ തന്നെ തന്നു. എല്ലാം 30,000 40,000 ഓടിയ ടാക്സി വണ്ടികളാണ്. എല്ലാം 1 ഇയറിന് താഴെയുള്ളത്. എല്ലാം ഡ്രൈവൊക്കെ നല്ല കംഫർട്ടബിൾ ഡ്രൈവാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാ നമ്മൾ തീസ്ത നദി ക്രോസ് ചെയ്യണം കേട്ടോ. തീസ്ത റിവർ, ഇതാണ് തീസ്ത റിവർ കേട്ടോ മനോജ് ചേട്ടാ. അത് തന്നെ കണ്ടത് തന്നെ. ഭയങ്കര പൊക്കത്തിലാണ് ഈ പാലം നിൽക്കുന്നത്, വേണ്ട. അതെ അതെ അതെ. ഇല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ പഠിച്ചിട്ടൊക്കെ വരണമെന്നില്ല, ഒന്നും നമ്മൾ ചെയ്തില്ല. ചുമ്മാ ഒന്ന് പറയാം. അതാണ് ആർമിയുടെ റിക്കവറി വെഹിക്കിളും ആംബുലൻസും എല്ലാം കിടക്കുന്നുണ്ടോ, അടിപൊളി. സൈഡിൽ തീസ്ത റിവർ വീണ്ടും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഇനി നമ്മൾ എനിക്കൊന്ന് കയറ്റം കയറി പോകാനാണെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞ എങ്ങനെയാണ്, ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് കയറ്റം കയറി പോകും. തേരി ഉണ്ടല്ലോ, നല്ല തേരി. പുള്ളി പറഞ്ഞ പോലെ നല്ല തേരിയാണ്. അത്യാവശ്യം കാര്യമായിട്ടുള്ള തേരിയും. ഇവിടെയൊക്കെ ചെറുതായിട്ട് മണ്ണൊക്കെ വലിച്ചിട്ട് റോഡ് ഡാമേജ് ആണ്. ശകലം ചെറിയ പാച്ചുകൾ, വേറെ കുഴപ്പമൊന്നുമില്ല. മനോജേട്ടൻ കാറി കയറിയിട്ട് ഇപ്പൊ വൈബ് കയറി പാട്ട് തുടങ്ങി. മനോജേട്ടൻ തുടങ്ങി, പാട്ട് തുടങ്ങി. കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരി പാടി തകതാരം ദരിതാളം തുള്ളി അരമണി കിളിപാടി ഈ മകളെന്തു ഭംഗി ഇവളുടെ കവിളിനെന്തു കാന്തി അധരമാമൃത ഭാഗ്യമേകു ഭവതി മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കവിളി. ഇല്ല നമ്മൾക്ക് പല്ലിന്റെ കയറി പാടിക്കോ, തുടങ്ങ്. വേറെ കവിതകളൊക്കെ ഇങ്ങനെ പാടേട്ടാ, പാട്. ഇറക്കി നമുക്ക് ഫുള്ള് ഇത് വൈബാക്കണം, ട്രിപ്പ് വൈബാക്കണം. പാലം ഇതൊക്കെ പൊട്ടി വെള്ളം ഒഴിച്ചു പോകുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ ശരിക്കും നമ്മുടെ കാറിലല്ല, ഇതൊക്കെ വരേണ്ട ബൈക്കിലാണ്. ബൈക്കിലൊക്കെ വന്നാൽ മാത്രമാണ് ഇതിന്റെ ആ ഒരു എൻജോയ്മെന്റ് ഫീലൊക്കെ കിട്ടുന്ന കേട്ടോ. ഇത് നോക്കണേ, നമ്മുടെ ആ ബ്രിഡ്ജ് 3 തവണ പൊളിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ ബ്രിഡ്ജ് ഇപ്പോൾ വീണ്ടും ഉണ്ടാക്കിയാണ്, അതുവഴിയാണ് ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടൂല, എല്ലാ സ്ഥലത്തും വേറിട്ട കാഴ്ചകളാണ് ഗൈസ്. ഇതൊക്കെ കുട്ടി എപ്പോഴൊക്കെ എടുത്തുകൊണ്ട് പോയേക്കാണ് കേട്ടോ, ഈ മണ്ണും എല്ലാം കൂടെയൊക്കെ. ये चेक पोस्ट है? हाँ जी। अच्छा, इधर परमिट दिखाना पड़ता है? बस एंट्री है चेक पोस्ट, संकलंग चेक पोस्ट. अच्छा अच्छा. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി ചെയ്യണം. ഇതാണ് നമ്മുടെ പാലം. इसका नाम क्या है ब्रिज का?
ब्रिज का है तो संकलन ब्रिज, संकलंग ब्रिज ഇത് ബെയിലി പാലമാണ്. ये न्यू ब्रिज है, 3 times हो गया. अच्छा മൂന്ന് തവണ ഇത് പൊളിഞ്ഞ് ഇത് വലിയ ഇത് വരുമ്പോൾ ഇത് എടുത്തോണ്ട് പോകുന്ന പറയും. സൂപ്പർ അല്ലേ? നല്ല കട്ടിയുള്ള റോഡും അതുപോലെ തന്നെ ഇനി നല്ല കയറ്റം കയറി പോകണം. ഇനി പുള്ളി പറഞ്ഞാൽ നല്ല അഡ്വഞ്ചർ ട്രിപ്പാണ് ഇനി മുകളിലോട്ടുള്ളത് ഓട്ടം. അടികളൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ എവിടേക്ക് ഇറങ്ങി ഒന്ന് കുളിക്കണോ നല്ല മനോജ് ചേട്ടാ? हमारा रूम के नीचे एक पीछे से नदी जा रहा है, नहा आ सकता है क्या वहाँ पे? हाँ जी, नहा सकते हैं कि नहीं सर? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെള്ളം വലിയ വെള്ളമല്ലെങ്കിൽ നമുക്ക് പോയി കുളിച്ചു നോക്കാം. എല്ലാം നമ്മളെ उधर का लोकल इंप्रेस हो जाएगा सर आपसे देख के. बाप रे, ठंडा बना रहे सब गीजर मांगता है, आप जाके उधर नहा रहे. ये तो बड़ा अच्छा वाला बात है, पसंद करेगा सर. നമ്മൾ എന്തായാലും ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് വിളിക്കും. റോഡ് പത്ത് ഡാമേജ് ആണ്. सब गाय को पसंद करता है. വാവ്, നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ചെക്കിംഗ് എല്ലാം നടക്കും. गवर्नमेंट ऑथराइज ड्राइविंग लाइसेंस. ओके 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 लग्जरी व्हीकल का ऑथराइज सर. ओके ओके. ഇവിടെ लड़का लोग बाहर का है ना सर ज्यादातर. ഇതെങ്ങനെ അറിയാൻ പറ്റും ഒരു പോലീസാണോ അല്ലെങ്കിൽ നമ്മുടെ ये मोटर व्हीकल चेकिंग है और डेंजर वाला है सर. अच्छा अच्छा मोटर व्हीकल हमारा उधर एमबीडी होता है. एमबीडी ये सर एमबीडी है सर. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പുള്ളി അവരെ പിടിച്ചിട്ട് അവര് ഇതിന്റെ ലക്ഷറി ഇതും ഇതെല്ലാം പെർമിറ്റും എല്ലാം ചെക്ക് കാണിക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ കാണിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, പുള്ളിയുടെ ഇതൊക്കെയാണ്, ഇതൊക്കെ കാണിക്കണം. കൊള്ളാം. എവിടെയും MBD-ക്കാർ തലവേദനയാണ് ഗൈസ്. ഞാനൊന്ന് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. അച്ഛാരെ ഇറങ്ങി കുളിച്ചാലാ? എന്തോ വേറെ ലെവല് ഗൈസ്. നല്ല ഒഴുക്കുണ്ട് കേട്ടാ. പൊളി. ഇല്ലല്ല പോവില്ല പോവില്ല. അടിപൊളിയല്ലേ? കണ്ടാ അവിടെ ആര് കയറി കല്ലൊക്കെ പറക്കി വെച്ചത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല നല്ല വെള്ളം അല്ലേ? കലങ്ങലൊന്നും ഇല്ലാത്ത നല്ല വെള്ളം. അതല്ലേക്കല്ലേ തീസ്തയുടെ ഇതല്ല, തീസ്താണ്ട് ഇവിടെ തന്നെ രണ്ട് റിവർ വന്ന് മെർജ് ആവുന്നുണ്ട്. അത് വേറെ ഇത് ചിലപ്പോൾ തീസ്ത തന്നെ ആയിരിക്കും. അത് തന്നെ ആയിരിക്കും അല്ലേ? കാണൂ, നിങ്ങൾ ഇത് കാണുക, നിങ്ങളിത് കാണുക. ഇതാണ്ടോ അവർ മീൻ പിടിക്കുന്നുണ്ട്. ഒരു ഫാമിലി ഇവിടെ താഴെ ഇറങ്ങാൻ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു ഫാമിലി താഴെ ഇറങ്ങി നിന്നിട്ട് ഇതൊക്കെ നോക്കുന്നുണ്ട്. അമ്മല അധികം അങ്ങോട്ട് പോകണ്ട. ഫുള്ള് ചൂണ്ടക്കാരാണ്. വേണ്ട, മറ്റേ അങ്ങേരി വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ബ്ലോക്കാണ്. ഫുള്ള് മീൻ ചൂണ്ടയിട്ട് ആൾക്കാർ ഇരിക്കുകയാണ് കേട്ടാ. കയറി പോകണം. എൻ്റെ എന്തൊക്കെ തേരിയണോ അടിപൊളി കേട്ടാ. നല്ല അടിപൊളി തേരി. ഇങ്ങനെ കറങ്ങി 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 ഇനി കുറേ കയറി പോകണം. ഇത് വളവെന്ന് വെച്ചാൽ നല്ല ഷാർപ്പാണ് കേട്ടോ. ഭയങ്കര കട്ട്, നല്ല വളവ്. നല്ല വളവ്. നോക്കിക്കൊള്ളാം. അടുത്ത കട്ട യൂട്ടേണാണ്. ഈ വളവും തിരുവൊക്കെ ഉണ്ടല്ലോ. ഇത് കണ്ട, നമ്മുടെ സാധാരണ ഇവിടത്തെ വണ്ടി ഓടിപ്പിക്കണമെങ്കിൽ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഓടിക്കാൻ പറ്റും, പറ്റില്ലെന്നല്ല പറയുന്നത്. പക്ഷെ അടിപൊളി കേട്ടോ. ഒറ്റ വണ്ടി വരാനുള്ള വഴിയേ ഉള്ളു താനും. വേറെ ലെവലാണ് ഗൈസ്. സൂപ്പർ. കറങ്ങിത്തിരിഞ്ഞ് 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 ഇങ്ങനെ പോവാണ്. എക്സ്പ്ലോറിങ് സിക്കിം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ആ തണുപ്പില്ല കേട്ടാ. നല്ല വെയിലുണ്ടല്ലേ, നല്ല കട്ടി വെയിലല്ലേ?
ഇത്ര ഹൈറ്റാണ് വളരെ പെട്ടെന്ന് കയറി വന്നേട്ടെ. എൻ്റെ പൊന്ന് എത്ര എയർപിൻ കാണാൻ സൂപ്പർ. അടിപൊളിയായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരുപാട് ദൂരത്ത് നിന്ന് ആ മല കണ്ടായിരുന്നു. നമ്മൾ 2 മണിക്കൂറായിട്ട് ആ മല കാണുന്നുണ്ട്. പക്ഷെ ഒരുപാട് അങ്ങ് ബാക്കിൽ എനിക്ക് തോന്നുന്നത് ഈ പോയിന്റിൽ ഏറ്റവും ഹയസ്റ്റ് പാർട്ട് അതായിരിക്കും. ഇപ്പോഴത്തെ ആൾട്ടിറ്റ്യൂഡ് എത്ര ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല കയറ്റം കയറി വന്നിട്ടുണ്ട്. റോഡ് ഭയങ്കര ചെറുതെന്ന് വെച്ചാൽ നല്ല ചെറിയ റോഡും താഴെന്ന് വെച്ചാൽ നല്ല കുഴിയാണ് കേട്ടോ. രക്ഷയില്ല എൻ്റെ പൊന്നോ. മനോജേട്ടൻ ചെയ്യുന്നോട് ഒരുപാട് ഈറ്റയും കാര്യങ്ങളൊക്കെ കൊണ്ട് ആന വരാത്തത്. അപ്പോൾ ആന ഇവിടെ ഇല്ല. പക്ഷെ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് കരടി ഒരുപാടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്നോ ലെപ്പേർഡ്, മുകളിലോട്ടെല്ലാം സ്നോ ലെപ്പേർഡ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ ആവശ്യം പോലും ഉണ്ട്, സുലഭമായിട്ടുണ്ടെന്ന്. അതും നല്ല സൈസുള്ള കരടിയാണെന്നാണ് പറയുന്നത്. പുള്ളി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരികയാണ്. പക്ഷെ ഇതിൽ ഇന്നിപ്പോൾ വേറെ വണ്ടിയില്ല. പക്ഷെ നാളെ ചിലപ്പോൾ ട്രാഫിക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പുള്ളി പറയുന്നു. മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ടോ? ഇവിടെ വെള്ളം വലിച്ച് പോയി റോഡിലോട്ട് കയറി റോഡ് നശിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്യുന്ന ആ ഒരു മണ്ണിൻ്റെ മണം ഇനി അടിച്ചണ്ട നമ്മുടെ നാട്ടിലൊക്കെ നമുക്കൊരു മണം കിട്ടില്ല. അത് അവരവിടെ ഇളകി കൊണ്ടുവന്നപ്പോൾ ആ ഒരു മണം കിട്ടി. എന്താ ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് ബ്രേക്ക് എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ചെറിയ സെറ്റപ്പാണ്. നല്ല ഞാൻ ആ പൂ ഞാൻ വേറെ എവിടെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടേക്ക് നിന്ന് ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കയറുന്നത്. ചെറിയൊരു ടീ ബ്രേക്ക് അടിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പാണ്. വേറെ ലെവൽ ഗായ്സ്. 21 മേ 21 മേ നമുക്ക് ഇതിൻ്റെ പാനലിൽ വേറെ റോഡും കൂടെ ഉണ്ടായിരുന്നു. നല്ല വേറെ സൈറ്റ് സീയിങ് ഒക്കെ ഉള്ള റോഡായിരുന്നു. അത് 2021 ഭയങ്കര ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് ഫുള്ള് ഡാമേജ് ആയിപ്പോയി. ഇപ്പോൾ അതുവഴി വണ്ടി പോകുന്നില്ല. ഇത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പാനൽ റോഡ്. ഇത് പുതിയ വഴിയാണ്. അപ്പം ഇപ്പം നമുക്ക് ഓപ്ഷൻസ് ഒരുപാടുണ്ട്. मतलब ये कहीं अगर ऐसा नहीं, मतलब रास्ता हमारे पास है बहुत है जाने के लिए, इसलिए हम लोग पहुंच रहे हैं. ओके साल हो गया सर. फिर भी रास्ता तो नहीं है, फिर भी हम लोग पहुंच रहे हैं. रास्ता है, दो रास्ता है. ये वाला एक है और ऊपर वाला एक है. अच्छा, वो डिफेंस का है रास्ता. अच्छा, मतलब वो इनकेस अगर मुश्किल हो गया तो इमरजेंसी में चला पड़ेगा. अच्छा, वो हम लोग का जमीन तो ऐसे. अच्छा थोड़ी चाइना चलाना पड़ेगा सर. ऑप्शन ही नहीं. ये भी बह के चला गया तो ऑप्शन नहीं है सर. माउंटेन्स में तो जाना पड़ेगा. ओके भाई सर, मतलब रोड कच्चा रोड है या ऐसा रोड है? ऐसा ही रोड है. अच्छा पक्का रोड है. लेकिन अभी डिफेंस हम लोग को नहीं चलाने देते हैं. है हम लोग के पास. हाँ नहीं, अगर ये ऑप्शन नहीं है तो फिर ऑप्शन इसके ऊपर से जाता है. अच्छा बहुत हाइट से ചെറിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പം അതൊക്കെ കുഴപ്പമില്ലാണ്ട് പോയി. ലാൻഡ് സ്ലൈഡൊക്കെ കൊണ്ടിട്ടാ ചെറിയ ലാൻഡ് സ്ലൈഡ്. നല്ല കുഴിയാ. ये वो वाला रास्ता बोला है क्या? यही बोला है क्या जो हमें पैदल जाना पड़ेगा बोला है? हाँ जी. अच्छा ये वाला भी है और दूसरा वाला भी आ गया. बच्चा है सर. ബച്ച പുള്ളി ഇന്നലെ നമ്മളടുത്ത് പറഞ്ഞാൽ നമ്മളൊരു വഴിയുണ്ട് അവിടെ തിരിച്ച് ചിലപ്പോൾ ഇറങ്ങി നടക്കേണ്ടി വരും എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അപ്പോൾ അതൊക്കെ ഇന്ന് മഴയൊന്നും പെയ്യാത്തത് ഉണങ്ങി, പ്രശ്നമില്ല. എല്ലാവരും പണിയുന്നുണ്ട്, പണി കിടക്കുന്നുണ്ട് സൈഡിൽ നിന്ന്. നോക്കൂ, ഒരു കിടിലം വാട്ടർഫോൾ ഇതാ വരികയാണ്. അടിപൊളി. നമ്മൾ ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ, ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ടെന്നാണ്. അങ്ങനെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ടോ അവർ? ഇവിടെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ലാൻഡ് സ്ലൈഡ്
ഉണ്ടായിട്ടുണ്ട്, റിപ്പീറ്റഡ് ഇല്ല എന്നാലും ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. നശിച്ചാണ് ഒരു മരമൊക്കെ ഒടിഞ്ഞ് വന്നിങ്ങനെ കിടക്കുന്ന നോക്കുന്നു. മോളിൽ നിന്ന് കിളവി വന്ന് അപ്പുറ സൈഡ് ഉണ്ട്, ഒരുപാട് സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. ആ ഒരു സൈഡ് നമ്മൾ കണ്ടതുപോലെ അപ്പുറത്തൊരു നാഗ ഫോൾസ്, ആ ഫോൾസിൻ്റെ അടി മൊത്തം ഫുള്ള് ഇടിച്ച് പോയി. 200 പേര് മരിച്ചെന്നാണ് പറയുന്നത്. അടുത്ത അതിൻ്റെ അപ്പുറത്തും ഉണ്ട്. അപ്പുറത്ത് വീണ്ടും ഒരു ലാൻഡ് സ്ലൈഡ് കാണുന്നുണ്ട്. ഒരുപാട് ലാൻഡ് സ്ലൈഡ് ഉണ്ട് കേട്ടോ അവിടെ. ഇതെല്ലാം പുല്ല് വെട്ടാനോ അങ്ങനെ എന്തൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. മുകളിൽ ആ മഞ്ഞുമല കാണാൻ പറ്റുന്നുണ്ടോ നോക്കിക്കണേ. ഭയങ്കര ചെറിയ 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 റൂട്ടാണ് കേട്ടോ. നമുക്ക് മല വീണ്ടും കണ്ടു തുടങ്ങി ഗൈസ്. നമ്മൾ ഇത്ര നേരം കണ്ടതല്ല, അത് വേറൊരു മലയാണ് കാണുന്നത്. റോഡെന്ന് പറഞ്ഞാൽ ഇല്ല കേട്ടാ, ചെറിയ റോഡ്. तो जब दोनों से ट्रैफिक आएगा इसके लिए तो अलग अलग टाइमिंग बना के रखे. अच्छा अच्छा इधर से नहीं छोड़ता है. अच्छा हाँ जाम लोग तो कैसा കുഴി നോക്കണേ. നല്ല കുഴിയല്ലേ. രണ്ടാമത്തെ ചെക്ക് പോയിന്റ് ആണ്. इधर ये कौन सा लाचेंग और लाचुंग का सेपरेट? टुंग है, टुंग ना, लाचेंग लाचुंग नहीं है, टुंग है. अच्छा अच्छा ये आपका टुंग है. ओके टुंग. Continue for 23 kilometers. ഇവിടെ ഒരുപാട് ഗസ്റ്റുകളൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് വരണം. ഇവിടുത്തെ ഈ ഗുട്ടൻസ് എന്താണെന്ന് അറിയുമ്പോൾ ഇവിടെ നമ്മുടെ ഇതൊരു പാനി ബോട്ടിൽ ക്यों नहीं मिल रहा? बैंड है सर. अच्छा बैंड है, प्लास्टिक बैंड है हम लोग इसलिए. को कैरी भी नहीं करना है. ഓക്കെ ഇതാണ് കാര്യം കേട്ടോ. അപ്പോൾ നമുക്ക് പാനി ബോട്ടിൽ കിട്ടാത്ത, വാട്ടർ ബോട്ടിൽ കിട്ടാത്തൊരു കേസ് എന്ന് പറയുന്നത് ഇവിടെ പ്ലാസ്റ്റിക് ബാൻഡാണ്. യെസ് നമ്മളത് മറന്നുപോയി. पार्किंग कर देंगे ना. നമ്മളത് മറന്നുപോയാ. ഇങ്ങോട്ട് കുപ്പി കൊണ്ടുവരാറുണ്ടായിരുന്നു, നമ്മൾ മറന്നുപോയി. ഫൈനാണ്, വണ്ടി ഇറക്കില്ലല്ലോ. നമ്മളത് മറന്നുപോയി. നമ്മളവിടെ ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു, പക്ഷെ നമ്മളവിടെ കുപ്പി കൊണ്ടുവന്നു. ഗൈസ് നമ്മളെ വെള്ളം ഇരുന്ന് ഇതിൽ വെള്ളം തീർന്നു. വേറെ കുപ്പി വേണ്ട. ആ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്താൽ വന്നു, പക്ഷേ മറന്നുപോയി. അതായത് ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽ ബാൻഡാണ്, 10,000 ഫൈനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതെല്ലാം പ്ലാസ്റ്റിക് ബോട്ടിൽ കളഞ്ഞിട്ട് നമ്മൾ ഫ്ലാസ്കിലേക്ക് മാറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഇനി ചുങ്താങ് സ്ഥലത്തോട്ടാണ് പോകുന്നത്. ചുങ്താങ് നമ്മൾ തിരിഞ്ഞ് ലാച്ചൂങ്ങിലേക്ക് മാറും. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇപ്പോൾ 4350 അടി പൊക്കത്തിലാണ് ഉള്ളത് കേട്ടോ. നമ്മൾ 12,000 15,000 അടി എന്നൊക്കെ നമ്മൾ 4350 അടി എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ എന്തോ പുച്ഛം തോന്നുന്നുണ്ടാ മലേ? മനോജേട്ടന് പുച്ഛോ? ചെവി കെട്ടുന്നുണ്ട് നോക്കട്ടെ. ചേട്ടാ മായാവി കണ്ടസ്ട്രാക്ക് മായാവി. ഓക്കെ അപ്പം ഭാര്യ പറഞ്ഞു, പരാതി പറഞ്ഞു. 30 സെക്കൻഡ് ചേച്ചി ഭാര്യ എന്നെ വീഡിയോയിൽ കണ്ടില്ലല്ലോ എന്നുള്ളൊരു പരാതി പറഞ്ഞു. ആ സംഗതി എന്തെന്ന് വെച്ചാല് നമ്മുടെ ഈ നോക്കണി സുന്ദരൻ എപ്പിസോഡ് അല്ല. സംഗതി എന്തെന്ന് വെച്ചാല് നമ്മൾ 11 വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പം നമ്മുടെ ഒരു ദിവസത്തിന്റെ 13 മുതൽ 14 മണിക്കൂർ വരെ നമ്മൾ ഡ്രൈവാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് പിന്നെ കാണാൻ കിട്ടുന്നത് ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അതിൽ ലഞ്ചും ഡിന്നറും മനോജേട്ടൻ നമ്മളെ കൂടെ കിട്ടാറില്ല. മനോജേട്ടൻ വെളിയിൽ നിന്നുള്ള ഫുഡ് ഒഴിക്കല്ല, സെൽഫ് കുക്കിംഗ് ആണ്. ഞാനും മനോജേട്ടനായിട്ട് നമ്മൾ സ്പിറ്റിയിലോട്ട് പോകും. സെൽഫ് കുക്കിംഗ്. ഞാൻ വൈബ് എനിക്കൊന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ട്, അതിനെ കൊണ്ടത് പറ്റൂല. അപ്പം മനോജേട്ടൻ്റെ നേതൃത്വത്തിൽ സ്കില്ലും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മളത് സെറ്റാക്കുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് മിക്ക ആൾക്കാരും വീഡിയോയിൽ കിട്ടാത്തത്. മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതാണെങ്കിൽ എൻ്റെ റൂമിൽ വന്നു കഴിഞ്ഞാലും എല്ലാവരും വണ്ടി ഓടിച്ച് ഭയങ്കര ടയർഡായി 4 വാക്കിന് ഓടി റൂം എവിടെയാണെന്ന് വെച്ചാൽ
എൻ്റെ റൂം 101 കിലോമീറ്റർ സ്പീഡിൽ അവർ ഓടിക്കയറി പോകും. അപ്പം അതൊക്കെയാണ് ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരു കാരണം എന്ന് പറയുന്നത്. ഗൈസ്, നമ്മൾ ഒരു കാര്യം കാണിച്ചു തരാം. അതായത് ഇവിടുത്തെ ഒരു മോസ്റ്റ് ടെററിഫിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ എന്ത് പറയാനാ, അത് കാണുമ്പോൾ തന്നെ കാണുമ്പോഴെന്നല്ല, അത് പണ്ട് അതിനെപ്പറ്റി കേട്ട് ഇങ്ങോട്ട് വരുന്ന കാര്യം തീരുമാനിച്ച് നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് നോക്കിയ സമയത്ത് തന്നെ നമ്മൾ ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കരമായിട്ട് പേടി തോന്നിയൊരു കാര്യമാണ്. ആ ഒരു കാര്യം ഇപ്പോൾ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഈ ഒരു അവസ്ഥ നോക്കണം, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് കണ്ടോ, ആ ഒരു കല്ല് വന്ന് അടിച്ചിരിക്കുന്നുണ്ടോ, ആ ഒരു എൻറ്റയർ കോൺക്രീറ്റ് ബ്ലോക്കിൻ്റെ ഷേപ്പ്, ആ കല്ലിൻ്റെ വന്ന് അടിച്ച ഷേപ്പിൽ തന്നെ അത് നഷ്ടപ്പെട്ടു പോയി. ഭയങ്കര ഒരു മീൻസ് ഫ്ലഡ് വന്നിട്ട് മൊത്തം ആ ഡാമിനെ തന്നെ, എൻ്റെ ഡാമിനെ തന്നെ വാഷ് ഔട്ട് ചെയ്തുകൊണ്ട് പോയി. ആ എക്സ്കവേറ്ററൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, ആ ഒരു വലിയ എക്സ്കവേറ്ററിൻ്റെ സൈസും ഈ ഡാമിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, ഫുള്ള് പൊട്ടി. നമ്മൾ ഈ മുല്ലപ്പെരിയാറൊക്കെ പൊട്ടും എന്ന് കേട്ടിട്ട് ആ ഒരു ഭീതി ഉണ്ടല്ലോ, ഇത് സത്യം പറഞ്ഞാൽ നേരിട്ട് കണ്ടിട്ട് ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. നോക്കിയാൽ എവിടേക്ക് ഈ സൈഡും എല്ലാം പൊട്ടി. ഇത് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നെങ്കിൽ തന്നെ ഭയങ്കര പാടാണ്. 250ഓളം വീട് ഒലിച്ചു പോയി എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങ് ആർമിയുടെ ഇത് കാണുന്നുണ്ട്, അവിടെ നിന്നാണ് എടുത്തുകൊണ്ട് വന്നതെന്ന്. നോക്കിയാൽ ആ ഒരു അവസ്ഥ നോക്കണേ. ഇതൊക്കെ അവിടെ നല്ല കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, നമ്മൾ കാണിച്ചു തരാൻ പറ്റില്ല, കാണത്തില്ല, വെയിൽ ബ്രിഡ്ജ് അതൊക്കെ നോക്കിയാൽ രക്ഷയില്ലാണ്ട് അടിച്ച് തകർത്തെടുത്തോണ്ട് പോയിക്കണല്ലേ. മാർബിൾ ടൈലൊക്കെ പോളിഷ് ചെയ്തോണ്ട് ഇപ്പോൾ അത്രമാത്രം ടൈറ്റാണ്. അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ട്, അതുകൊണ്ട് അവിടുത്തെ ലാൻഡ് സ്ലൈഡ് നോക്കിയാൽ എത്ര ദൂരമല്ലേ പൊട്ടിയേക്കുന്നത്. ഇവിടെയൊക്കെ വെള്ളം കയറി വീടിൻ്റെ ഇതൊക്കെ പോയേട്ടാ പിടിച്ചേ. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്താൽ നമുക്ക് ലാച്ചിങ്ങിലോട്ട് പോകാൻ പറ്റും. നമ്മൾ ലാച്ചിങ്ങിലോട്ട് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, ബോർഡ് കണ്ടോ. നമ്മൾ ലാച്ചിങ്ങിലോട്ടാണ് പോകുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഗുരുഡോമറിലേക്ക് ഈ ഒരു 3-4 ദിവസം മുന്നേ ഉണ്ടായ മഴ കാരണം, അവിടുത്തെ ലാൻഡ് സ്ലൈഡ് കാരണം നമുക്കത് മിസ്സായിരിക്കുന്നത്. ആർമിക്കാരുടെ ജിമ്നി വെഹിക്കിളുണ്ടോ. ഒന്നും പറയാനില്ല ഗൈസ്, കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ദൈവം വരുത്താണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നും പറയാനില്ല. നമുക്ക് കണ്ടാലും നമ്മൾ നോക്കിയാലും ആ ഭംഗി തീരുന്നില്ല കേട്ടാ, ഈ മലകളുടെ ഭംഗി എന്ന് പറയുന്നത്. അടിപൊളി അല്ലേ ഏട്ടാ. ये वाला रास्ता परेशान कर दिया था ना। अच्छा ये वाला कठिन रास्ता। ओके गाइस फंस गया था इधर में। ഈ റോഡ് ഒന്ന് നോക്കണേ ഗൈസ്. ये बना दिया था। अच्छा आगे वाला भी है थोड़ा सा। എൻ്റെ പൊന്ന് ഗൈസ് നോക്കണേ, വാവ്. വെള്ളച്ചാട്ടം നോക്കിയാണ്, അടിപൊളി. ഇത് എവിടെ നിന്ന് വരുന്ന കേട്ടോ. ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റില്ലെന്നുള്ളതാണ്, സൂപ്പർ. അടുത്ത വെള്ളച്ചാട്ടം നോക്കണേ ഗൈസ്, സൂപ്പർ. അടിപൊളിയല്ലേ ഈ വെള്ളച്ചാട്ടം. സൂപ്പർ അല്ലേ ഗൈസ്. നമുക്ക് പറയാൻ, എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ക്യാമറ നോക്കി വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്ര ഭംഗി കേട്ടാ. നോക്കി പിന്നല്ലാണ്ട് ഉറപ്പായിട്ട് വന്നില്ലേ മിസ്സായതിന്. നമ്മൾ ഇപ്പോഴാണ് ഒരു വേറിട്ട കാഴ്ച കേട്ടോ. നമ്മൾ 2 ദിവസം മഞ്ഞ് കണ്ട് മടുത്ത് അല്ലേ. നമ്മൾ നാളെ മഞ്ഞ് കാണും, പക്ഷെ ഈ വന്ന വഴി അടിപൊളി കേട്ടാ. ലാൻഡ് സ്ലൈഡ് കാണാം ഗൈസ്. ഫുള്ള് റൈസൊന്നും കൾട്ടിവേഷൻ ഇല്ല, ബാർലിയും റാഡിഷും പൊട്ടറ്റോ ഒക്കെ എന്നോട് കൾട്ടിവേഷൻ നടന്നത്. നല്ല രസമുണ്ട് കേട്ടോ. വീടൊക്കെ നമ്മളൊരു സീനറി കാണുന്നതൊക്കെയാണ് ഇരിക്കുന്നത്. അതെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇടയിൽ.
സംഗതി മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ പണിയാണ് കേട്ടാ. അവിടെ ആരുടെ താമസിക്കുന്നത് പറഞ്ഞു? എടാ അവിടെ കൃഷിക്കാരാണ് അവര്. പൊട്ടറ്റോ, റാഡിഷ്, ബാർലിയൊക്കെ കൃഷി ചെയ്യുന്നത്. നോക്കിയാണ് ഗൈസ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൊബൈലിൽ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു അല്ലേ? അതായത് ഭയങ്കര റിമോട്ട് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നിട്ട് പോലും ഫുള്ള് റിമോട്ട്. ഓക്കെ ഗൈസ്, കാർമയൊക്കെ ഇങ്ങനെ മൂടി. ഓക്കെ, അതാണ് ലാച്ചൻ കേട്ടാ. നമ്മൾ लाचुंगലാണ് പോകുന്നത്. നമുക്ക് ഇത് മനസ്സിലാവാത്ത इधर इतना पहाड़ की हाइट नहीं है, तब भी बर्फ कहाँ से हो रहा है? हाइट बहुत है सर। अच्छा, वो बहुत ये तो कुछ भी नहीं आगे नहीं, वो तो ठीक है, मतलब यहाँ पे देखो इतना नीचे पेड़ है। यंग माउंटेन्स है ना सर, तो ऐसा है सर। इसका पीक देखिए ना, कितना शार्प है सर। यंग माउंटेन्स है ना, एल्प्स तो जैसा बुढ़ा हो गया पूरा। अच्छा अच्छा अच्छा, इसलिए ऊंचाई हाइट में ज्यादा है ना, इसलिए ठंडा मिल रहा है। एयर ही देखिए बाहर में से जैसे हाथ लगा। हाँ नहीं, अभी 17 हो गया। मैं नीचे थोड़ा सा नीचे में टेम्परेचर देखा 20 था, अभी 17 हो गया, अब कम हो रहा है गाइस. इതാണ് ഭീംനാല വാട്ടർഫോൾസ് കേട്ടോ. അങ്ങ് മോളിൽ പറയാനായിട്ട്, അങ്ങ് മോളിന്നേ വരികയാണ്. വലിയ ഫോളാണ്. ഇവിടുത്തെ ഭൂമി അല്ലെങ്കിൽ ഈ ഒരു ടെറൈൻ ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്നു. ലാൻഡ് സ്ലൈഡുകൾ, ചെറിയ ചെറിയ ലാൻഡ് സ്ലൈഡൊന്നുമില്ല, വലിയ വലിയ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവും. പാറകൾ പൊട്ടി ഇങ്ങനെ വരിക. पास देने में मुश्किल हो गया അടുത്ത ലാൻഡ് സ്ലൈഡ് കണ്ടോ. इससे ज्यादा धूप लगो। ഇത് പാനി ആരാണ്? എവിടെ നിന്നൊക്കെയാണ് പാറകൾ പൊട്ടി വരുന്നത്? മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരികയാണ്. അല്ല, അവിടെ നിന്ന് കുറച്ച് പൊട്ടി അവിടെ നിൽക്കൊണ്ട് താണ്ട് ഇതൊക്കെ ലാൻഡ് സ്ലൈഡ്, ഈ ബിൽഡിംഗ് ഒക്കെ ലാൻഡ് സ്ലൈഡിൻ്റെ ഇതൊക്കെ വന്നടിച്ച് ഇതൊക്കെ പൊട്ടിപ്പോയി. താണ്ട് ഇതൊക്കെ കണ്ടോ, എന്തോ ഒരു ബിൽഡിംഗ് ആയിരുന്നു, ഓഫീസ് പോലത്തെ സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഇതൊക്കെ പൊളിഞ്ഞു പോയി. അവിടെ വലിയൊരു ലാൻഡ് സ്ലൈഡ് കാണുന്നുണ്ട്. ഓ कौन सा दूसरे हम उसी रास्ते से जाएंगे क्या? नहीं सर, दूसरा पहाड़ ये पहाड़ ही चलेगा। अच्छा अच्छा अच्छा. നമ്മുടെ ഈ കാണുന്ന ഭാഗത്തുനിന്ന് തൊട്ടടുത്താണ് ചൈന ബോർഡർ വരുന്നത്. ഒരു മലയുടെ അപ്പുറത്ത് ചൈന ബോർഡർ ആണെന്ന് പറയുന്നത്. घर में ITBP और ये देख रहा है, ब्लैक कमांडोज भी है और उसमें सीक्रेट स्काउट भी है। ओके ओके, 3 कैंप है। ये सही. इस साइड तो पूरा तो लैंडस्लाइड हो रखा है. उस साइड इसके पीछे में जाता है ना ये वाला माउंटेन, देख रहे हैं आप? इसके पीछे अंदर क्या के जाना पड़ेगा। ഇത് കണ്ടോ, ഇതാണ് ഗുരസ് എന്ന് പറഞ്ഞ ഫ്ലവർ ആണ് കേട്ടോ. ഇത് ഇതിൻ്റെ ഇവിടുത്തെ സ്റ്റേറ്റ് ഫ്ലവർ എന്നാണ് പറയപ്പെടുന്നത്. ഈ റെഡ് കളർ ഫ്ലവർ അവിടെ ഈ കാണുന്നുണ്ടോ? ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് മുകളിലോട്ട് പോകുമ്പോൾ ഒരുപാട് ഈ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. മൾട്ടിപ്പിൾ ലാൻഡ് സ്ലൈഡ് കണ്ടിട്ടില്ല ഗൈസ്. നോക്കിയാൽ എത്ര സ്ഥലത്താണെന്ന് അറിയാം ലാൻഡ് സ്ലൈഡ് പൊട്ടി 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 പോയിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ലാൻഡ് സ്ലൈഡ് ഉണ്ട് കേട്ടോ. അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവിടുത്തെ നമ്മുടെ സ്റ്റേറ്റ് ഫ്ലവറിൻ്റെ പൂവുണ്ട് വൈനുണ്ടാക്കുന്നത് ഒരുത്തം പറയാം, നമുക്ക് മേടിച്ചടിച്ചെല്ലാം. ഇവ അടിക്കണ പോയിട്ട് അവൻ കുപ്പി പൊട്ടിക്കാറില്ല, അപ്പോഴാണ് അടിക്കണത്. तल्ली बारीक लेकिन तोड़ना मना है इसको फिर से। अच्छा अच्छा तोड़ना मना है। जितना गिरा हुआ है उसका बनाना पड़ेगा उठा के। अच्छा ऐसा है क्या? फाइन लग जाएगा क्योंकि ब्यूटी है ना सर, दिखाने के लिए यही तो है सर। यस ये भी तोड़ देगा तो फिर क्या दिखाएगा? ഗൈസ് ഹോട്ടൽസ് എല്ലാം ഇവിടെ ഉണ്ട്. ബാക്കിൽ കണ്ടോ, തൊട്ട് ബാക്കിലൊരു നല്ലൊരു നമ്മുടെ മൗണ്ട് കട്ടാവ് ആണ് ഈ കാണുന്നത്, ഈ മഞ്ഞുമല. ഇപ്പുറത്തും മുകളിലൊരു മലയുണ്ട്, അത് ഏതാണെന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാം. ये लेफ्ट साइड में कौन सा पहाड़ दिख रहा है? लेफ्ट साइड में पीछे ये भी इसके लाचुंग माउंटेन ही सर। अच्छा लाचुंग माउंटेन. അവിടെ എന്താ ഒരു कुछ होगा सर। അവിടെ മുകളിൽ വെയിലടിക്കുന്നുണ്ടോ? അവിടെ മുകളിൽ വെയിലടിക്കുന്നുണ്ട്. SBI ലാച്ചുങ് ബ്രാഞ്ച്. മുകളിൽ നിന്ന് എത്ര വെള്ളച്ചാട്ടം നോക്കിയത് അല്ലേ മനോജ് ചേട്ടാ? എത്ര വെള്ളച്ചാട്ടങ്ങൾ കാണുന്നല്ലേ.
തണുത്ത് ചാവും. മനോജേട്ടൻ ഇവിടെ ഒരെണ്ണത്തിൽ ഇറങ്ങി കുളിക്കുന്നത്. ഇപ്പോൾ 13 ഡിഗ്രി ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നമ്മൾ ഡ്രസ്സ് മാറിയുമ്പോൾ അത് 10 ഡിഗ്രിയാവും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സിക്കിം. स्टेट बैंक ऑफ सिक्किम. सिक्किम का है. सिक्किम का आरबीआई के अंडर में नहीं है. अच्छा अच्छा अच्छा. ये राजा का बैंक. अच्छा अच्छा. किंग का बैंक. किंग का बैंक. അതും കൊള്ളാം. ഞാൻ ആലോചിച്ചപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് കേരള. അങ്ങനെ നമ്മളെ ഹോട്ടലിലോട്ട് നമ്മളിത് അടുത്ത് എത്തി. ഈ റഫീന നമ്മുടെ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഗൈസ്. ഓ ഇത് പहुंच गया. अभी पहुंच गया. അപ്പോൾ നമ്മളെ സ്റ്റേ ഇതാണ് ഹോട്ടൽ റോയൽ ലാച്ചുങ്. അപ്പോൾ നമ്മൾ ലാച്ചുങ്ങിലുള്ള അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ട്രിപ്പ് മിസ്സായി പോകാൻ കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ഭയങ്കര അഡ്വഞ്ചറും ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഡ്രൈവ് ആയിരുന്നു അന്ന്. ഭയങ്കര കാഴ്ചകളായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാട് എന്ന് പറയുന്നത് ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റും അതുപോലെ ഭയങ്കര കുഴിയും എല്ലാം സൂപ്പറായിരുന്നു. ഇവിടെ നല്ല തണുപ്പുണ്ട്. ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല, നല്ല ഹൈറ്റിലാണ് മലയുള്ള. ബാക്കിൽ മൗണ്ട് കട്ടാവ് ഉണ്ട് തൊട്ടടുത്ത്. ഇതിപ്പം ഇനി ഇത് ഹോട്ടലിൽ മറയുന്നുണ്ട്, അല്ലെങ്കിൽ കാണിച്ചുതരാം, രാവിലെ കാണിച്ചുതരാം. അപ്പം ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.